വെൽക്കം ടു ടു സ്റ്റേറ്റ് ഫാമിലി. അങ്ങനെ ഞങ്ങൾ റോക്ക് ഷെൽട്ടർ, അതങ്ങട് റോക്ക് ഷെൽട്ടറൊക്കെ കറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്ഥലം വരെ പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ പോയത് സൽക്കൻപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സൽക്കൻപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഫേമസ് ആയിട്ടൊരു ടെമ്പിൾ ഉണ്ട് അവിടെ. വിന്ധ്യവാസിനി മാത എന്ന് പറഞ്ഞ ദേവിയുടെ ടെമ്പിളാണ്. ദുർഗമാൻ്റെ ഒരു വേറൊരു അവതാരമാണ് വിന്ധ്യവാസിനി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു രാക്ഷസ ഉണ്ടായിരുന്നല്ലോ, രക്തബീജ് എന്ന് പറഞ്ഞ രാക്ഷസിനെ കൊന്നത് അവിടെ വെച്ചായിരുന്നു. സൽക്കൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു രക്തബീജ് എന്ന് പറഞ്ഞ രാക്ഷസിനെ വിന്ധ്യവാസിനി മാത കൊന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഫേമസ് ആയിട്ട് ദേവിയുടെ പേരിൽ ഒരു ഒരു ടെമ്പിൾ പണിതിട്ട്. അപ്പോൾ അവിടെ ഒത്തിരി പേര് ആൾക്കാർ തീർത്ഥാടകരായിട്ട് വരും. നവരാത്രിയുടെ സമയത്ത് അവിടെ എന്തൊരു തിരക്കാന്ന് പറയും. ഭയങ്കര ഒരു എന്താ പറയുക, ഒത്തിരി ആൾക്കാർ വന്ന് പൂജ ചെയ്യാനും സന്ദർശിക്കാനും അങ്ങനെയായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്ന സമയം. നവരാത്രിയുടെ സമയത്താണ് ഭയങ്കര അവിടെ തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാനവിടെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടിയില്ല ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ എടുക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു വീട്ടിൽ പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മെയിനായിട്ട് ടെമ്പിളിലല്ലാതെ തന്നെ ടെമ്പിളിലോട്ട് പോകുന്ന വഴി ഒരു ഇതുണ്ട്, എന്താ പറയുക, ട്രോളി വഴിയായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ട്രോളി വഴിയായിട്ട് പോകുമ്പോൾ നമുക്ക് സൂപ്പർ വ്യൂ കാണാൻ പറ്റും. അവിടെ മേളിൽ നിന്നുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളിതാ സൽക്കൻപൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങ് റോക്ക് ഷെൽട്ടറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സൽക്കൻപൂരും കൂടെ ഒന്ന് എല്ലാം സന്ദർശിച്ചിട്ട് അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് ഓൺ ദ വേയിലാണ്. എൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിത്. ഞങ്ങളിപ്പം എൻ്റെ ട്രോളിയുടെ കുളത്തിൻ്റെ പൊക്കത്തുകൂടി ഇങ്ങനെ ട്രോളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ അങ്ങ് മേളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ കുളം കാണാൻ നല്ല സൂപ്പറാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. മേളിലിരുന്ന് കാണാനാണ് കുളത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളിതാ
കുളത്തിൻ്റെ മേലെ കൂടെയൊക്കെ ഇങ്ങനെ പയ്യെ 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 ട്രോളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെമ്പിൾ ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഈ ട്രോളിയിൽ നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ വ്യൂ അല്ലേ? അത് ഈ ട്രോളിക്കകത്ത് പോയാൽ മാത്രമേ നമുക്കിതൊക്കെ ഇങ്ങനെയുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിരിക്കുന്നു. സൂപ്പർ. ഇങ്ങനെ പയ്യെ 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 ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഗ്രീനറി ആട്ടോ, ഒത്തിരി ഗ്രീനറി ഉണ്ട്. അതിൻ്റെ നടുക്കൊരു ചെറുതായിട്ടൊരു ലേക്ക് കാണാം. പിന്നെ കുറേ ബിൽഡിങ്ങുകൾ. അടിപൊളിയായിരിക്കുന്നു. സൂപ്പർ. ട്രോളിക്ക് 2 സെക്ഷനാണുള്ളത്. അപ്പോൾ ഒരു ട്രോളിയുടെ സെക്ഷൻ്റെ അകത്ത് 6 പേർക്ക് ഇരിക്കാം. പിന്നെ മറ്റേ ട്രോളിയുടെ അകത്തും 6 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഒരുമിച്ച് 6 12 പേര് ഒരുമിച്ച് മേളിലോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ട്രോളിയാണ്. ഞങ്ങളിതാ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇപ്പോൾ കാണാൻ നല്ല സൂപ്പറല്ലേ ലേക്കും പിന്നെ കുറേ എന്താ പറയുക മരങ്ങളും പിന്നെ കുറേ ഗ്രീനറി, അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ, അടിപൊളിയാണ്. ഈ കാണുന്നില്ലേ ഇവിടെ കൂടെ ഒരു സ്റ്റെപ്പായിട്ട് സൈഡിൽ കൂടെ കാണുന്നത്? ആ സ്റ്റെപ്പിലൂടെയാണ് വേറൊരു വഴിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു മേളിലോട്ട് കയറാനായിട്ട്. ആ സ്റ്റെപ്പ് കൂടെ കയറി ഒത്തിരി മേളിലോട്ട് പോകണം. ഒത്തിരി നല്ല കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്ര സ്റ്റെപ്പുണ്ട്. ഒത്തിരി സ്റ്റെപ്പുണ്ട്. അങ്ങ് കയറി അങ്ങ് മേളിൽ കാണുന്നില്ല, അങ്ങ് മേളിൽ ആ മേള് വരെ സ്റ്റെപ്പ് കയറി പോയാലല്ലോ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ട്രോളിക്കകത്താകുമ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് മേളിൽ ചെല്ലാൻ പറ്റും. പിന്നെ നല്ല മേളിൽ നിന്നുള്ള വ്യൂവും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ട്രോളിക്കകത്ത് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്കും അതായിരിക്കും എളുപ്പം. അങ്ങനെ ഞങ്ങൾ ട്രോളിയിലിരുന്ന് എല്ലാ സൂപ്പർ വ്യൂസും ആസ്വദിച്ചിങ്ങനെ നടന്നുകൊണ്ട് ഇരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇപ്രാവശ്യം വന്നത്. അതുകൊണ്ട് എല്ലാവരും കറങ്ങാനായിട്ടിരിക്കുന്നു. ഹലോ, ഹായ്. ആവ ഇവിടെ ഇരിപ്പുണ്ട്. മോളേ, ആവി മോൾ ഇതിവിടെ പേടിച്ചിരിപ്പുണ്ട്. എന്നെ എന്തിൻ്റെ അകത്താണോ കയറ്റിയെന്നോ വിചാരത്തിലാണ്. അവളിങ്ങനെ പേടിച്ചെന്തോ എങ്ങോട്ട് ഇന്നിങ്ങനെ പൊക്കത്തിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് പേടിച്ചു.
സൈഡിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം വന്ന് ഒത്തിരി ഇവിടെ ആൾക്കാർ വരുന്നതാണ്. ഒത്തിരി ആൾക്കാരിൻ്റെ ശിവഭഗവാന്റെ പൂജയുടെ സമയത്തൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നു. ഇപ്പോഴും ഉണ്ട്, നല്ല ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. ഓഡിയോ എടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ കേൾക്കാൻ പറ്റിയല്ല, ഭയങ്കര ബഹളമായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്, ഭയങ്കര ഇതുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്തോരം ആൾക്കാരാണ്. ഇപ്പോൾ അങ്ങനെ പൂജയുടെ സമയം അല്ലായിട്ട് പോലും ഇങ്ങനെ തീർത്ഥാടകരായിട്ട് ഒത്തിരി പേരിങ്ങനെ വരുന്ന സ്ഥലമാണിത്. ഇതാണിങ്ങനെ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെ ഈ സമയത്ത് കൊറോണയുടെ കാരണമെന്ന് തോന്നുന്നു ഇപ്പം ഫ്രണ്ട് ഡോറ് തുറക്കുന്നില്ല. അവർ ഒരു സൈഡിലുള്ള ഒരു ഡോറ് മാത്രമേ തുറക്കുന്നുള്ളൂ. റൈറ്റ് സൈഡിലുള്ള ഡോറിൽ കൂടെയാണ് ഇനി അകത്തോട്ട് പോകേണ്ടത്. ഇത് ഫ്രണ്ടിലുള്ളതാണ്. വാട്ടർ ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കാനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പൂജ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോലെയൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ പൂജ ചെയ്യാനും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കും. ഇവിടെ ഇരുന്നതുണ്ട്, ഒത്തിരി പേര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോലെ അവർ വരും. എനിക്ക് കുറച്ചൊരു ജലദോഷം പിടിച്ചതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത്. ഇനി ഈ കാണുന്ന അങ്ങ് മേളിൽ കവാടം പോലെ ഇരിക്കുന്നില്ലേ, കവാടം പോലെ, അവിടെയാണ്, അതിലെ കൂടെയാണ് നമ്മൾ ബൈ റോഡ് വഴിയായിട്ട് നമ്മൾ കാറും ബൈക്കും ഓടിച്ച് വരാനുള്ള വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അതിലെ കൂടെയാണ് ആ വഴി. അത് ഞാൻ അവിടെ മേളിൽ കയറിയിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടെമ്പിളിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്കിനി ടെമ്പിളിൻ്റെ അകത്തോട്ട് പോകാം. അകത്തുള്ള വ്യൂസ് കാണിക്കാം. ഞാനിപ്പോൾ ഇത് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെമ്പിൾ മെയിനായിട്ട് ഫേമസ് ആയിരിക്കുന്നത് നമ്മുടെ രക്തബീജ് എന്ന് പറഞ്ഞ രാക്ഷസനെ കൊന്ന വിന്ധ്യവാസിനി ദേവിയുടെ പേരിലാണ് ഈ ടെമ്പിൾ പണിതിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ രക്തബീജ് എന്ന് പറഞ്ഞ രാക്ഷസനെ പറ്റി അറിയാമല്ലോ. രക്തം എവിടെയൊക്കെ താഴെ ഭൂമിയിൽ പതിക്കുന്ന അവിടെയെല്ലാം പുള്ളിക്കാരൻ ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കും പുതിയ പുതിയ രൂപങ്ങളായിട്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരനെ കൊന്നത്. അങ്ങനെ ആ രാക്ഷസനെ കൊന്നതിന് ശേഷം ഇവിടെ കുറേ നാൾ വിന്ധ്യവാസിനി ദേവി കുറേ നാൾ ഇവിടെ ഇരുന്ന് തപസ്സൊക്കെ ചെയ്തായിരുന്നു. നവരാത്രിയുടെ സമയത്ത് ഇവിടെ ഭയങ്കര സ്പെഷ്യൽ പൂജകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഒത്തിരി ആൾക്കാർ തീർത്ഥാടകർ വരും. നടന്ന് ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ നടന്ന് വരും. കൊറോണയുടെ ഒത്തിരി റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അങ്ങ് അടുത്ത് പോയി ഒന്ന് സന്ദർശിക്കാനുള്ള അവസരമൊന്നും ഇപ്പോൾ കിട്ടുകയില്ല. ദൂരത്ത് നിന്ന് സന്ദർശിച്ചിട്ട് അവിടുന്ന് പോകണം. അതുകൊണ്ട് വെളിയിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ അടുത്ത് കാണിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നവരാത്രിയുടെ സമയം അല്ലാഞ്ഞിട്ട് പോലും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കരതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ഓഡിയോ എടുത്തില്ല. പിന്നെയാണ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഓഡിയോ എടുക്കുകയാണ് ചെയ്തത്. ഭയങ്കര സൗണ്ടായിരുന്നു, ബഹളവും സൗണ്ടും ഒക്കെ ആയിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ദേവിയുടെ ടെമ്പിളിൻ്റെ അകത്തുള്ള മൂർത്തിയാണിത്. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചതാണ് നിങ്ങൾക്ക് കാണാനായിട്ട്. ടെമ്പിളിൽ തന്നെ ബാക്കിയായിട്ട് എല്ലാ ദേവീദേവന്മാരുടെയും പൂജ ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ചെറിയൊരു ബിൽഡിങ്ങിൽ. ഞങ്ങൾ അങ്ങോട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കങ്ങ് താഴെ വരെയുള്ള വ്യൂ ഒക്കെ കാണുകയൊക്കെ ചെയ്യാം. ഇവിടെ കണ്ടോ കുറേ കുരങ്ങന്മാർ ഓടി നടക്കുന്നത്. അവിടെയൊക്കെ നേരത്തെ കയറാൻ പറ്റുമായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, എല്ലാം ക്ലോസ് ചെയ്തേക്കുവാണ്. കൊറോണ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതിൻ്റെ ഒത്തിരി ആൾക്കാർ വരാതിരിക്കാനായിരിക്കാം. ഇപ്പം ഇങ്ങനെ ഇവിടെ എല്ലാ ദേവീദേവന്മാരുടെയും മൂർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട്
ഇങ്ങനെ കടന്നു പോകും. എല്ലാവരും ഇവിടെ അവിടെ വരുന്നവരെല്ലാവരും ഇവിടെയും വന്ന് ജസ്റ്റ് പൂജ ചെയ്തിട്ട് പോവും. ഇവിടെ നിന്ന് നമുക്ക് ടെമ്പിളിൻ്റെ മേൽഭാഗമൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ട് നല്ല സൂപ്പറായിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ ഏറ്റവും മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമുക്ക് താഴെ നിന്ന് ഇങ്ങനെയുള്ള ഈ ഒരു നല്ല ഷേപ്പിലല്ലേ, ഈ ഒരു ഷേപ്പൊന്നും താഴെ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് നിന്നാലേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. നല്ല ഫുൾ വ്യൂ കാണാൻ പറ്റും ഇവിടെ നിന്ന്. ഞങ്ങളിതാ ഓരോന്നും കണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വിമോളും അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടു, നല്ല സൂപ്പറായിട്ടില്ലേ, മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ടെമ്പിളിൻ്റെ മേൽഭാഗത്തിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന്. അങ്ങനെ ഞങ്ങളെല്ലാ ദേവീദേവന്മാരെയൊക്കെ സന്ദർശിച്ച് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ടെമ്പിളിൻ്റെ പുറകു ഭാഗമാണ്. ഇവിടെ പുറകിലായിട്ട് തന്നെ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങനെ തേങ്ങ പൊട്ടിക്കാനായിട്ട് വലിയൊരു ഏരിയ തന്നെയുണ്ട്. ദൂരം തേങ്ങയാന്ന് നോക്കിയാൽ പൊട്ടിച്ചേക്കുന്നത്. ഒത്തിരി തീർത്ഥാടകർ വരുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വിശ്വാസത്തോടെ വന്നിട്ട് ഓരോ വിഷുവൊക്കെ പൂർത്തിയാകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. എന്തെങ്കിലും വിഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിചാരിച്ച് ഇങ്ങനെ റിബൺ പോലെ പിന്നെ കെട്ടിയാൽ അത് നടക്കുമെന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ കുറേൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഒത്തിരി കുരങ്ങന്മാരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഹലോ ഹലോ എന്ത് കഴിക്കാനുള്ള സാധനം ഇട്ട് കൊടുക്കാൻ ഓടി ഒന്ന് എടുത്തോണ്ട് പോവാ. എന്താ അവിടെ ഒരു കുരങ്ങ് പാവം കുറെ നേരമായിട്ടത് പാവം അത് കുറേ നേരമായിട്ട് പണിയിലായിരുന്നു. ഒരു ലഡ്ഡു എടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. ലാസ്റ്റ് കിട്ടിയപ്പോൾ സന്തോഷമാണ് ആ കാണുന്നത്. അങ്ങനെ ഞാനും എൻ്റെ നാത്തൂൻ്റെ മോനും കൂടെയാണ് ഇപ്പോൾ മേള് ഭാഗം കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് കയറ്റമൊന്നും കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അമ്മയും അങ്കിത്തും കൊച്ചും താഴെ നിൽപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേളിലോട്ട്. ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ടെമ്പിൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള ടെമ്പിളിൻ്റെ വ്യൂവും താഴെ ഭാഗത്തോട്ടുള്ള വ്യൂ ഒക്കെ. ഇവിടെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ. എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബൈ റോഡ് വഴി വരുമ്പോൾ അങ്ങനെ അങ്ങ് ദൂരത്ത് കാണുന്നില്ല, ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ട്. റോഡ് വഴി ബൈക്കും കാറും ഓടിച്ച് വരുന്നവരുണ്ടല്ലോ, അങ്ങ് താഴെ നിർത്താൻ പറ്റുള്ളൂ. താഴെ നിന്ന് പിന്നെ കുറച്ച് കയറണം. പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദൂരം ഇറങ്ങണം. അങ്ങനെ കയറ്റവും ഇറക്കമുണ്ട്. കുറേ ഇറങ്ങി ഷെഡൊക്കെ കാണുന്നില്ലേ, അതിൽ കൂടെ ഇറങ്ങി വരണം. ഷെഡ് കാണുന്ന അതിൻ്റെ അപ്പുറത്തോട്ട് ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ച് പോകണമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല.
ഞങ്ങളിപ്പോൾ അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. പോയിട്ട് ഇപ്പോൾ ഞങ്ങളത് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഹലോ, അതൊന്നും തരുമൊന്നുമില്ല. പിന്നെ മൊബൈൽ നിനക്ക് വേണം, എന്തുണ്ട് ഒരാൾക്ക് മൊബൈൽ വേണം. ഇവിടെ ഒരാൾ റെഡിയായിട്ട് ജമ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ സന്ദർശനമൊക്കെ കഴിഞ്ഞത് ട്രോളിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിരിച്ച് പോകാനുള്ള സമയം 6 മണി വരെയൊക്കെയാണ് സമയമുള്ളത്. ഇതിന് ബുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ട്രോളി 4 മണി 4:30 വരെ ഉള്ളൂ മാക്സിമം. 4 മണി വരെ കണ്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ 4 മണി ആയതുകൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഓടി പോയത്. വൈകുന്നേരം 4 മണി വരെ ഉള്ളൂ ട്രോളി ബുക്കിങ്ങിൻ്റെ സമയം. അത് കഴിഞ്ഞ് പിന്നെ അവർ എടുക്കുകയല്ല, അവർ പിന്നെ നടന്ന് തന്നെ പോകേണ്ടി വരും. നടന്നല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ കാണുന്ന ട്രോളിയിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞങ്ങളുടെ ട്രോളി ഇതേ വന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇനി ട്രോളിക്കകത്ത് കയറി താഴോട്ട് പോകും. ഇനി താഴോട്ട് പോകുന്ന വഴിക്ക് ഞാൻ താഴേക്കുള്ള വ്യൂവും കൂടെ കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിത് തിരിച്ച് ടെമ്പിൾ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രോളിക്കകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വൈകുന്നേരം 6 മണിക്കുള്ള സമയത്തുള്ള വ്യൂ ആണ്. നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണോ വേണ്ടിയെന്നുള്ളൊരു ചിന്തയിലിങ്ങനെ നിൽക്കുകയാണ്. നല്ല പ്രകാശിച്ച് നിൽപ്പുണ്ട് അവിടെ. ബാക്കി ഇതൊക്കെ വയലുകളാണ്, ഫുൾ വയലുകളാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കുറേ ഇങ്ങനെ നടന്നിട്ടുണ്ടോ ട്രോളി പോകുന്നത്. ഞങ്ങളിങ്ങനെ മിഡിലെത്തുമ്പോൾ ഇത് 2 ട്രോളി ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തും. മറ്റേ ട്രോളി മേലോട്ട് പോവും, ഒരു ട്രോളി താഴോട്ട് പോകും. അങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതൊരു നല്ലൊരു ഫീലിംഗ് ആണ് ട്രോളിക്കകത്ത് പോകുന്നത്. ഈ കുളത്തിൽ കണ്ടോ, കുളം എന്തൊരു നല്ല തെളിഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. അപ്പുറത്തോളം മരങ്ങളൊക്കെ കുളത്തിൻ്റെ അകത്തൊക്കെ കാണുകയൊക്കെ ചെയ്യും. ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ മേളിലല്ലേ നിൽക്കുന്നത്, മേളിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ സൂം ചെയ്യാൻ അങ്ങനെ സമയം കിട്ടുകയില്ല, ക്രോസായിപ്പോയി. ആമ്പലൊക്കെ ഉള്ള കുളം കേട്ടോ.
ഞങ്ങളിങ്ങനെ കുളത്തിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ പയ്യെ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ട്രോളിയിൽ നിന്ന് ഇറങ്ങി ഇനി കാർ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബുക്ക് ചെയ്യേണ്ട ട്രോളിയുടെ സ്റ്റാർട്ടിങ് സ്ഥലമാണ്. ഇവിടെ ബുക്കിംഗ് ഉണ്ട്. 75 രൂപയാണ് പെർ പേഴ്സൺ. അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ അകത്ത് കയറി. ഞങ്ങൾ കാറിൻ്റെ അകത്ത് കയറി തിരിച്ചു പോകാൻ പോവാണ്. ഇതെന്തോ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര ടയേർഡായി. 2 സ്ഥലത്ത് പോയല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കുറച്ച് ടയേർഡായി. വാവയാണെങ്കിൽ ഉറക്കം വരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്കിത്തിന് മടിയിലാണ്. ആദ്യമേ ആദങ്കലിൽ പോയല്ലോ, അത് കഴിഞ്ഞിട്ടാണ് സൽക്കൻപൂരിൽ പോയത്. ബാക്കി വിശേഷം ഇനി തിരിച്ചു ചെന്നിട്ട് ബൈ. ഹലോ, അങ്ങനെ ഞങ്ങളിതാ തിരിച്ചെത്തിയിരിക്കുന്നു വീട്ടിൽ. സൽക്കൻപൂരിൽ നിന്ന് ഇപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പോഴത്തെ സമയം കാണും 7:30 ആയി. ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേനും ഞങ്ങളങ്ങനെ ആദ്യമേ വേറെ സ്ഥലത്ത് പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പിലുള്ള വീഡിയോയിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സൽക്കൻപൂരാണ് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ട് കിടന്നുറങ്ങണം. വേറെ പണിയൊന്നും ഇല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി നല്ല നല്ല വീഡിയോസുകളുമായി ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.